നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ BSc നേഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ അല്ലെങ്കിൽ പഠിച്ചാൽ പാസ്സാവുമോ എന്നുള്ളത്. ഇത് ഒരാളല്ല, ഒരുപാട് ആളുകൾ പല പ്രാവശ്യമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും എൻ്റെ സമയം അനുസരിച്ച് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. എങ്കിലും അതിനൊരു കോമൺ ആൻസർ എന്ന നിലയിലാണ് ഈ പറയുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു നേഴ്സിംഗ് പഠിച്ച ഒരാളല്ല, മറിച്ച് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് വെളിയിൽ നേഴ്സിംഗ് അഡ്മിഷൻ അസിസ്റ്റൻസ് ജോലികൾ ചെയ്തിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിട്ടിരിക്കുന്ന സ്റ്റുഡൻസും പാസ്സായി പോയ സ്റ്റുഡൻസൊക്കെ ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ്, എനിക്കറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു അതായത് പഠിക്കാൻ എളുപ്പമാണോ അതിനെക്കുറിച്ച് മാത്രമല്ല, അതല്ലാതെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഫേസ് ചെയ്യേണ്ട വേറെ 1-2 പോയിന്റുകൾ കൂടി ഇതിനുള്ളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എനിക്ക് പരിചയമുള്ള നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പഠിച്ചിറങ്ങി പാസ്സായി അവർ ജോലിക്ക് കയറിയ ആളുകളും വിദേശത്ത് പോയ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, ഈ പറയുന്ന BSc നേഴ്സിംഗ് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരു എബോവ് ആവറേജിലുള്ള +2 അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ഒരു എബോവ് ആവറേജിൽ പഠിച്ച് പുറത്തിറങ്ങിയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നില്ല. ഈ BSc നേഴ്സിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ BSc നേഴ്സിംഗ് പഠിച്ച് പാസ്സായി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത്, ഇപ്പം BSc നേഴ്സിംഗ് പോലെ അല്ലെങ്കിൽ നേഴ്സിംഗ് പോലുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് തിയറി പേപ്പർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനും കൂടി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലിനിക്കൽ പരിപാടികൾ കൂടി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് എടുത്താൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇത് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ തിയറിയും പഠിക്കണം, അതേസമയം പ്രാക്ടിക്കലും പഠിക്കണം. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല കോളേജിലൊക്കെയാണ് പഠിക്കുന്നത്, നല്ല ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ചില സമയത്ത് മടുത്തു പോവും. ഒരു നല്ല ഒരു ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും ഇതെല്ലാം വരുമ്പോൾ, ക്ലിനിക്കിൻ്റെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേനും നിങ്ങൾ മടുത്തു പോവും എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നും. എന്നോട് പല ആളുകളും ഇങ്ങനെ ആ രീതിയിൽ പറയാറുണ്ട്. അതിനൊരു കാരണം കൂടി അവർ പറഞ്ഞു തന്നത്, ഇപ്പം ഇതിൻ്റെ ഒരു സാധ്യത, ഇതിൻ്റെ ഒരു ജോബ്, ഇത് എന്തായാലും പഠിച്ചാലും ജോബ് കിട്ടും എന്നുള്ളൊരു സാധ്യതയാണ്. അതിന് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. ജോബുകൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ വിദേശത്തുണ്ട്, ഇന്ത്യക്കുള്ളിൽ തന്നെ പലയിടത്തും ജോബുകൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇത് ഇഷ്ടത്തോടു കൂടി വന്ന് പഠിക്കുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം, തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. വേറെ ഒരു ഇതുണ്ട്, കുട്ടിക്ക് ചിലപ്പോൾ പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവത്തില്ല, മറിച്ച് മാതാപിതാക്കൾക്ക് ഇവരെ എങ്ങനെയെങ്കിലും ഇത് പഠിപ്പിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതുമുണ്ട്. അപ്പം അങ്ങനെ രണ്ടാമത് പറഞ്ഞ ആളുകൾക്ക് ചില സമയത്ത് ഈ തിയറിയും പ്രാക്ടിക്കലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി ടൈമും കാര്യങ്ങളെല്ലാം മാറി വരുമ്പോഴത്തേനും ചിലവർക്കത് ഇഷ്ടപ്പെടാതെ വരും, അല്ലെങ്കിൽ അത് ഒട്ടും അവർക്കുമായിട്ട് അത് ജോയിൻ ചെയ്ത് പോകാൻ പറ്റാത്തൊരു രീതി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന നേഴ്സിംഗ് കുറച്ച് ടഫായിട്ടും ഇതൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ആളുകൾ ഇത് ചെയ്യാറുണ്ട്. അതിൽ ചിലർ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ചില ആളുകൾ പിന്നെ അത് സഹിച്ച് അങ്ങനെ നിൽക്കും, അവരവരുടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇത് അത്ര വലിയ ടഫായിട്ടുള്ളൊരു സംഭവമല്ല. നിങ്ങൾ +2 നിങ്ങളൊരു എബോവ് ആവറേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു വിജയ ശതമാനം നമ്മൾ പല കോളേജുകളിലും എടുത്തു നോക്കുമ്പോൾ 90 എബോവ് എല്ലാ കോളേജുകളിലും വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾക്കൊക്കെ, അതായത് എബോവ് ആവറേജിൽ പെർഫോം ചെയ്യുന്ന എല്ലാവരും വിജയിക്കുന്നുണ്ട്. തീരെ മോശമായിട്ട് ഇതുമായിട്ട് യാതൊരുവിധ ഇതുമില്ലാതെ മറ്റ് പരിപാടികളായിട്ട് പോകുന്ന കുട്ടികൾ മാത്രമാണ് പാസ്സാവാതെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ പഠിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അത്ര വലിയ ടഫസ്റ്റ് കോഴ്സ് ഒന്നുമല്ല. നിങ്ങളൊന്ന് അതിന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പാസ്സാവാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി ജോബിലോട്ട് എത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ചില കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ കോളേജ് ടഫാണോ എന്ന്. ഈ ടഫാണോ എന്ന് ചോദിക്കുന്നതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നിങ്ങളിപ്പോൾ ഒരു നല്ല കോളേജ്, ഇപ്പോൾ കേരളത്തിന് വെളിയിൽ, ഞാൻ ഈ പറയുന്ന എല്ലാം കേരളത്തിന് വെളിയിലെ കാര്യങ്ങളാട്ടോ, കേരളത്തിന്റെ വെളിയിൽ നിങ്ങളൊരു നല്ല കോളേജ്, ഓൺ ഹോസ്പിറ്റലുണ്ട്, എല്ലാ അംഗീകാരങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കുറച്ച് സ്ട്രിക്റ്റ് കാര്യങ്ങളുണ്ടാവും. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്വാസം വിടാൻ
പറ്റാത്ത രീതിയിലുള്ള സ്ട്രിക്റ്റോ കാര്യങ്ങളോ അല്ല. നിങ്ങൾ എന്തിനാണോ അവിടെ ആ ഒരു കോഴ്സ് എടുത്തത് ആ കോഴ്സ് അവർ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളത് പഠിച്ച് പാസ്സാക്കാനുള്ള രീതിയിലുള്ള സ്ട്രിക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ വെളിയിൽ പോകണമെങ്കിലൊക്കെ പ്രത്യേക പെർമിഷൻ, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ മാത്രമായിരിക്കും ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ബാക്കിയുള്ള സമയം പഠനവും കാര്യങ്ങളും പിന്നെ ക്യാമ്പസിനുള്ളിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിനുള്ളിലായിരിക്കും. ഈ ക്യാമ്പസും ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അവിടെയൊക്കെ പുറമെയൊക്കെ നമുക്കറിയാം ഒരു 10-200 ഏക്കറിൽ വരുന്ന വലിയ ക്യാമ്പസ്, ഒരു ചെറിയ ടൗൺഷിപ്പ് തന്നെയാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിം അല്ലെങ്കിൽ കളിക്കാനുള്ള സ്ഥലം എല്ലാം അതിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് വെളിയിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ മൊബൈൽ ഫോൺ ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് റീസൺ അത് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത പക്ഷം പല കാര്യങ്ങളിലും സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചില കുട്ടികൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇത് വരുന്നുണ്ട്. അതല്ല, ഇനി നിങ്ങൾക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് കുറഞ്ഞ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഈ ലോ ഗ്രേഡ് കോളേജസ് ഉണ്ട്, ഒരുപാട് എണ്ണം ഇപ്പോൾ ഉണ്ട്. നിസാര ഫീസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിസാര രീതിയിൽ അത് പഠിപ്പിക്കാം. അവർക്ക് ഈ പറഞ്ഞ സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അംഗീകാരം പോലും ഇല്ല. അതിവിടെ നിങ്ങൾ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളതുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനത്തെ ഇതും വരുന്നുണ്ട്, ലോ ഗ്രേഡ് കോളേജസ്. അവിടെ ഈ നിങ്ങൾക്കിപ്പോൾ പഠിച്ച് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് അതാത് ദിവസം വെളിയിൽ പോവാം, അതിനൊന്നും അവർക്ക് പ്രോബ്ലം ഇല്ല. അവർ പഠിക്കണോ നിങ്ങളുടെ ഇഷ്ടം, ആ രീതിയിലുള്ള ഇതുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വെക്കുക. നിങ്ങളൊരു നല്ല കോളേജ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു കോളേജിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് കറക്റ്റായിട്ട് പാലിച്ച് ആ സ്ട്രിക്റ്റിനുള്ളിൽ നിന്ന് പഠിക്കേണ്ടി വരും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അത്തരം കോളേജുകൾ സെലക്ട് ചെയ്യുക. വേറെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ നേരിടുന്നത്, അതെല്ലാ കുട്ടികളും ഇല്ല, ചില കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് ഈ ഹോം സിക്നസ് എന്ന് പറയുന്നത്. അതായത് അവർ ചെറുപ്പം മുതലേ +2 വരെ അവരുടെ വീട്ടുകാരോടൊപ്പം തന്നെ നിന്നായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിലായിരിക്കും അവർ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുത്തിട്ട് കേരളത്തിന് വെളിയിലായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് ചില കുട്ടികൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾക്ക് അവിടെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചിലവർ കോഴ്സ് നിർത്തി പോരേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിപ്പോൾ ഇങ്ങനെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നേഴ്സിംഗിൽ ഒരു കരിയർ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായിട്ടും മാതാപിതാക്കളൊക്കെ ആയിട്ടും സംസാരിച്ച് മാനസികമായിട്ടും നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം ഇതെടുക്കാൻ ശ്രമിക്കുക. കാരണം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും, പല സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇത്തരം കോഴ്സുകൾ എടുക്കാൻ. അതല്ലാതെ ഇപ്പം കണ്ടുവരുന്നത്, ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വഴി പോയ ഒരു കുട്ടി ഇത്തരത്തിൽ ഹോം സിക്നസിൻ്റെ ഇത് വന്ന് ആകെ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്താണ് അത് നേരെയായത്. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ആ കുട്ടിക്കൊന്നും ഓക്കെ ആവുന്നില്ല. എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ കണ്ടുപിടിച്ച് എങ്ങനെയും തിരിച്ചു പോരണം എന്നുള്ള ഇതിലിട്ട് വരികയാണ് ചെയ്തത്. ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ പകുതിയെങ്കിലും ഫീസ് അടച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു കോളേജിൽ BSc നഴ്സിംഗ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എമൗണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട എമൗണ്ട് അവിടെ അടച്ചു കഴിഞ്ഞ് നിങ്ങൾ നിർത്തി പോരുമ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമായി പോവുകയും ചെയ്യും. അതേസമയം ചില കോളേജസ് ഒക്കെ ആണെങ്കിൽ ആ ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് എമൗണ്ട് കൂടി മേടിച്ചിട്ട് മാത്രമാണ് അവർ ഡോക്യുമെന്റ്സ് ഒക്കെ റിലീസ് ചെയ്ത് തരത്തുള്ളൂ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പുറത്തേക്ക് പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കുട്ടികളും മാതാപിതാക്കളൊക്കെ അതിൻ്റെ ഒരു മാനസികമായും കൂടി നിങ്ങളത് ഇത് ചെയ്യേണ്ടി വരും. അത് എല്ലാ കുട്ടികൾക്കൊന്നുമില്ല, ചില കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച മെയിൻ പോയിന്റ്സ്. ഇത് ടഫാണോ എന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു, അപ്പോൾ അത് മാത്രമായിട്ട് പറയാതെ ഈ 3-4 പോയിന്റും അതിനോട് അനുബന്ധിച്ച് വന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക.